കുഞ്ഞുങ്ങളെ നേർക്കുനേരെ കൊല്ലുക എന്നത് അത് ഇസ്രായേലി സൈന്യം ഒരു വിനോദ പരിപാടി പോലെ നടത്തുന്നതാണ്. അങ്ങനെ കൊല്ലുന്നത് മാത്രമല്ല, അത് ഫിലിം ചെയ്തിട്ടുണ്ട് അവർ. അത് ഫിലിം ചെയ്ത് അവരുടെ ടിക്ടോക്ക് അക്കൗണ്ടുകളിൽ അവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു CNN-ൽ വന്നൊരു ഇൻ്റർവ്യൂ, ഒരു സർജനാണ്, ഗസയിൽ ഫീൽഡ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്തൊരു അമേരിക്കൻ സർജനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ കണ്ടാണ്. അതിൽ ആ സർജൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ആൻഡ് ഹി വാസ് വീപ്പിംഗ് വെൻ ഹി സേസ് ഇറ്റ്. അദ്ദേഹം ഫീൽഡ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു സമയത്ത് 14 കുട്ടികളെ കൊണ്ടുവരികയാണ്. ഒരേ സമയം 14 കുട്ടികളെ കൊണ്ടുവരികയാണ്. ഈ 14 കുട്ടികൾക്കും വെടിയേറ്റിരിക്കുന്നത് അവരുടെ വൃഷ്ണത്തിലാണ്. അതെങ്ങനെ സംഭവിക്കുക? അത് ഒരു പ്രൊഫഷണൽ സ്നൈപ്പർക്ക് മാത്രമാണ് ഇത്രയും ടാർഗറ്റഡ് ആയിട്ട് ആ പോയിന്റിൽ. ദേ വർ ജസ്റ്റ് ലൈക്ക് വീഡിയോ ഗെയിമിങ്. ദേ വർ വീഡിയോ ഗെയിമിങ് വിത്ത് ഗസ കിഡ്സ്. ആൻഡ് ദീസ് ചിൽഡ്രൻ വർ ബ്രോഡ് ഫ്രം എവിടുന്ന് അറിയോ? അവർ ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുമായിരുന്നു. വിശന്നിട്ട് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ വെടിവെച്ചു. അവരുടെ വൃഷ്ണത്തിന് നേരെയാണ് കൃത്യമായി വെടിവെച്ചിരിക്കുന്നത്. എങ്ങനെയാണത് സാധിക്കുന്നത്? ഒരു അമേരിക്കൻ സർജനാണ് പറയുന്നത്, ഒരു അമേരിക്കൻ ചാനലിനോടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും അത് ഫിലിം ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സവിശേഷമായിട്ടുള്ള മനോഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണിത്. ആൻഡ് ദേ കോൾ ദംസെൽവ്സ് വേൾഡ്സ് മോസ്റ്റ് മോറൽ ആർമി. ഇങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അതൊരു ഭീകര പ്രസ്ഥാനം. സെൽഫ് ഡിഫെൻസ് ആണ് അത്. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്ത് സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമാണ്. ഇതിനൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ കഥ അറിയണമെങ്കിൽ വോയിസ് ഓഫ് ഇന്ദ്രജപ് എന്ന സിനിമ ഇപ്പോൾ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് കേരളത്തിലതിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളത് പോയി കാണണം. എങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഡോക്യുമെൻറ്റേഷനാണ് വോയിസ് ഓഫ് ഇന്ദ്രജപ്. ഇതാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് വിചാരിക്കുന്നത് സയണിസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വി ആർ ദ ചോസൺ പീപ്പിൾ, വി ആർ ചോസൺ ബൈ ഗോഡ് ഓൾമൈറ്റി. ഒരു കൂട്ടർ ഞങ്ങൾ ചോസണാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ളവരെന്താണ്? ഇൻഫീരിയർ ആണ് എന്നുള്ളതാണ്. നോക്കൂ, ദർ ഇസ് നോ ചോസൺ പീപ്പിൾ അറ്റ് ഓൾ. ചോസൺ പീപ്പിൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചോസൺ പീപ്പിളാണ്. വി ആർ ദ ചോസൺ പീപ്പിൾ. അവർ ലാൻഡ് ഈസ് ചോസൺ ലാൻഡ്. ഇത് പ്രോമിസ്ഡ് ലാൻഡാണ്. പ്രോമിസ്ഡ് ബൈ ഹോം? പ്രോമിസ്ഡ് ബൈ ഗോഡ്. അപ്പോൾ ദൈവത്താൽ പ്രോമിസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ ജീവിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ് ഞങ്ങൾ എന്ന്. ഇതാണ് ബ്രാഹ്മണ്യം എന്ന് നമ്മൾ പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ഞങ്ങൾ ദൈവത്തിൻ്റെ സവിശേഷ സൃഷ്ടികളാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബാക്കിയുള്ള ആളുകൾ എന്താണ്? അവർ ഇൻഫീരിയറാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ, ഒരു ചിന്താപരമായ ഫൗണ്ടേഷൻ അവിടെയുണ്ട്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് വിചാരിക്കാത്ത കാലത്തോളം സംബഡി ഈസ് പ്രിവിലേജ്ഡ് ബൈ ഗോഡ്, അല്ലെങ്കിൽ സംബഡി ഈസ് ചോസൺ ബൈ ഗോഡ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവർ അമാലിക്കുകളാണ് എന്ന് നേരത്തെ ഞാൻ പ്രഖ്യാപിച്ചു. അമാലിക്ക് എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ടേമാണ്. കൊന്നുകളയാൻ, നശിപ്പിക്കപ്പെടേണ്ട വിഭാഗം എന്നുള്ളതാണ്. അമാലിക്കുകളെ തീർത്ത് കളയാനാണ് അദ്ദേഹം സ്വന്തം പട്ടാളക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഈ IDF എന്ന് പറയുന്നത്. അവരിത് ചെയ്യും, ഇത് ഫിലിം ചെയ്യും, ഇതിൽ ആഹ്ലാദിക്കും. ഈ റിപ്പോർട്ടിന് ഒരു പ്രത്യേകത, ഇതിനൊരു ഔദ്യോഗിക ഭാഷ്യം വന്നു എന്നുള്ളത് മാത്രമാണ്. UN-ൻ്റെ ഒരു ഭാഷ്യം. ഔദ്യോഗിക ഭാഷ നേരത്തെയും വേറെയും ഒരുപാട് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. UN-ൻ്റെ ഒരു ബോഡി ഇത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നത്തിങ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ, നമ്മൾ UN-ൻ്റെ പ്രമേയങ്ങൾ എടുക്കുക, മൊത്തം പ്രമേയങ്ങൾ എടുക്കുക. അതിൽ കൺട്രി സ്പെസിഫിക് ആയുള്ള പ്രമേയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 47% ഇസ്രായേലിനെതിരാണ്. UN-ൻ്റെ മൊത്തം പ്രമേയങ്ങളുടെ കൺട്രി സ്പെസിഫിക് റെസൊല്യൂഷൻസിൻ്റെ 47% ഒരൊറ്റ രാജ്യത്തിനെതിരാണ്. അപ്പോൾ അതുപോലെ വേറൊന്ന് എന്നുള്ളതല്ലാതെ അവർക്കിതിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഗസയിൽ ആളുകൾ മരിക്കുന്നു, അവിടെ പ്രയാസമൊക്കെ ആണെങ്കിൽ ലോകത്ത് ഗസ ജീവിച്ചിരിക്കുകയാണ്. മുമ്പൊന്ന് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ലോകത്ത് ഏതെങ്കിലും നഗരത്തിൽ ഗസയുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം നടക്കുന്നുണ്ടാവും. അത് ഗസക്ക് മാത്രം, ഫലസ്തീന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, അത് ഫലസ്തീൻ്റെ പതാകയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന വേദികളുടെ പുറത്ത് പോലും അവിടെയുള്ള ദൃശ്യങ്ങൾ പോലും നോക്കുക. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റ്സ് സെനറ്റിലേക്കുള്ള പ്രൈമറി നടക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ടോപ്പിക് എന്താണ്? ഫലസ്തീനാണ്, ഗസയാണ്. അവിടെ
തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഒരു പലസ്തീനിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. ഈ നമ്മുടെ സോറാൻ മംദാനി എൻഡോസ് ചെയ്ത ഒരു കാൻഡിഡേറ്റ്. പലസ്തീനു വേണ്ടി സംസാരിച്ച സ്ഥാനാർത്ഥികളാണ് അവിടെ പ്രൈമറിയിൽ ജയിക്കുന്നത്. ഡെമോക്രാറ്റിലെ ആ ബ്ലോക്കിനാണ് അവിടെ ആധിപത്യം വരുന്നത്. അത് യൂറോപ്യൻ നഗരങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഇതൊക്കെ 2 ദിവസം മുമ്പ് 2-3 ദിവസമാണ് 60 മിനിറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ നെതന്യാഹുവിൽ ഇൻ്റർവ്യൂ ഉണ്ടായത്. നെതന്യാഹു പറയുന്നു, നമുക്ക് അടിപൊളി ആർമിയുടെ സംഭവങ്ങൾ, നമ്മൾ 6 രാജ്യങ്ങളുമായിട്ട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അമേരിക്കൻ യങ് മൈൻഡ്സ് അതിനു മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ, നിങ്ങളുടെ അക്കാഡമിക് സ്ഥാപനങ്ങളിലൊക്കെ പലസ്തീനിൻ്റെ ആളുകളാണ് കൂടുതൽ നിൽക്കുന്നത് എന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണാ കേന്ദ്രങ്ങളിലെ പുതിയ തലമുറ ചെറുപ്പക്കാർ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഭീകര സംവിധാനമാണെന്നും ലോകത്തെ തന്നെ നശിപ്പിക്കുന്നൊരു സംവിധാനമാണെന്നും മനുഷ്യത്വത്തിൽ തെല്ലുമേ വിശ്വാസമില്ലാത്തൊരു സംഘമാണെന്നും ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗസയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ അതിന് നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടം മാത്രമാണ് അതിനുള്ളത്. പക്ഷേ ഗസ മുമ്പുള്ളതിനേക്കാൾ മാസ്മരികമായി ലോകത്ത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതേക്കാൾ കൂടുതൽ ശക്തമായി ജീവിക്കുക തന്നെ ചെയ്യും.